السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد وعلى آله وصحبه أجمعين. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, കരുണാവാരിധി അല്ലാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. സൗമ ആണല്ലോ അറബിയിൽ നോമ്പിന് പറയുന്നത്. നോമ്പിന് പിന്നെ റമളാൻ എന്നുള്ളതാണ്. റമളാൻ എന്നാണ് നമ്മൾ സാധാരണ ഈ മാസത്തിന് പറയാനുള്ളത്. അറബിയിൽ റമളാൻ എന്ന് പറഞ്ഞാൽ നനക്കുക, ഉണക്കുക, ഈ രണ്ടർത്ഥങ്ങളും ഉണ്ട്. നനക്കുക, ഉണക്കുക. അതിന്റെ ചെറിയൊരു സംഗതി നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ നനക്കല് നമ്മളെന്തിനാണ്? നമ്മുടെ വീട്ടിൽ ചെടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വളരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കും. അങ്ങനെ നനച്ചു കൊടുക്കുമ്പോഴാണ് അത് ശരിക്കും വളർന്നിട്ട് എന്ത് വളവും എത്ര വലിയ സംവിധാനമൊക്കെ നമ്മൾ ചെയ്താലും അതിന് വെള്ളം കൊടുത്താലാണ് അത് ശരിക്കും വളർന്നിട്ട് മുകളിലേക്ക് വന്ന് നമുക്ക് കായും പൂവും ഫലവും ഒക്കെ നമുക്ക് തരും. പടർന്ന് പന്തലിച്ച് അതിനെല്ലാം നല്ല സൗന്ദര്യത്തിലും നമ്മുടെ മുമ്പിൽ നിൽക്കുക സന്ദർഭത്തിലാണ്. അപ്പൊ അതിനെ നമ്മൾ നനച്ചു കൊടുക്കണം. അതേപോലെ വേറെ വല്ല സാധനങ്ങളൊക്കെ നമ്മൾ നനക്കണം. കഴുകാനും വൃത്തിയാക്കാനും ശുദ്ധിയാക്കാനും അതിനു വേണ്ടിയിട്ടൊക്കെയാണ് മറ്റു സാധനങ്ങൾ നമ്മൾ നനയ്ക്കുക. കുളിപ്പിച്ച് ശുദ്ധീകരിച്ച് കഴുകി തുടച്ച് വൃത്തിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നനച്ചു കൊടുക്കും. ഇപ്പൊ നല്ല ചൂടായിരുന്നു. ഒരു മഴ ചെയ്തപ്പോൾ നമുക്കൊരു കുളി കിട്ടിയില്ല. കാലാവസ്ഥയിൽ കിടന്നിട്ട് നമ്മളിങ്ങനെ പടഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴാണ് മഴയുടെ പെയ്യുന്നത്. ആ നനവുകൊണ്ട് കിട്ടുന്നതോടുകൂടി പ്രകൃതി തണുത്ത് നമ്മുടെ മനസ്സിനും മസ്തിഷ്കത്തിനും ഒക്കെ ഒരു വലിയൊരു സമാധാനം, ഒരു കുളിര് അനുഭവപ്പെടും. ഈ നനക്കലിട്ട് വരുന്നതോടുകൂടി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ മണ്ണിൽ കിടക്കുന്ന എല്ലാ നല്ല സാധനങ്ങളും കൊണ്ട് പൊട്ടി മുളച്ച് പുറത്തേക്കൊണ്ട് വരും. അപ്പൊ യഥാർത്ഥത്തിൽ ഈ നനക്കൽ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഹൃദയത്തിനെ നനക്കുക എന്നുള്ളതാണ്. കുറച്ച് അടങ്ങേറുള്ള സാധനമാണ്. പല രീതിയിലും നമ്മളത് പറഞ്ഞിട്ടുണ്ട്. അദഫ്ലഹമൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. വിജയം എന്ന് പറയുന്നത് ഇതിനെ വൃത്തിയാക്കിയവനാണ് വിജയിക്കുള്ളൂ. ദുനിയാവിലെ എല്ലാ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒക്കെ വളരെ മഞ്ചോടുകൂടി ഉണ്ടാക്കി നിർമ്മിച്ച് സംവിധാനിച്ച് വലിയ പ്രൊജക്ടുകൾ, വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ, വലിയ അലങ്കാരങ്ങൾ, ആഡംബരങ്ങൾ, ഇതൊന്നും അല്ല വില കൊടുക്കേണ്ട സാധനങ്ങൾ. മനുഷ്യനാണെങ്കിലും ശരി, മനുഷ്യൻ ഉണ്ടാക്കിയ സംവിധാനങ്ങളാണെങ്കിലും ശരി. ഇസ്ലാമിക്കും അള്ളാഹു ഒരിക്കലും നിങ്ങളെ ഭൗതികമായ ജിസ്മിലേക്ക്, ഘടനയിലേക്കൊന്നും അല്ല നോക്കില്ല. നിങ്ങളെ പാർലമെന്റ് എങ്ങനെയാണ്, നിങ്ങളെ പള്ളി എങ്ങനെയാണ്, നിങ്ങളെ പാർട്ടി ഓഫീസിന്റെ വലിപ്പം എന്താണ്, അതുപോലെ തന്നെ അതിന്റെ പ്രകടനങ്ങളും അതിന്റെ സമ്മേളനങ്ങളും ഒക്കെ എങ്ങനെയാണ്, ഇതൊന്നും അള്ളാഹ് അറിയേണ്ട കാര്യമില്ല. മറിച്ച് അള്ളാഹ് അറിയേണ്ടത് അതിന്റെ ഉള്ളാണ്. ഒരാൾക്ക് എന്തറുല്ലാഹുവില കുരൂപിക്കും. നിങ്ങളെ ഉള്ളിൽ കാണാൻ നോക്കണം, ഹൃദയത്തിന്റെ ഉള്ളിൽ കാണാൻ നോക്കണം. ഏതൊരു വലിയ സംഭവത്തിനും ഏറ്റവും നിസ്സാരമായ സംഗതിയുടെ പിന്നിലും ഒരു മനുഷ്യനും അവന്റെ ഹൃദയവും അതിന്റെ വികാരങ്ങളും വിചാരങ്ങളും ഒക്കെയാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് മനസ്സിനെ ശുദ്ധീകരിക്കുക എന്ന് പറയുന്നത്. ഈ മനസ്സിനെ നനക്കുക എന്നാണ് റമദാൻ എന്ന് പറഞ്ഞാൽ അർത്ഥം. എന്തുകൊണ്ടാണ് നടക്കേണ്ടതല്ല, നമ്മൾ പിന്നെ ഖുർആൻ കൊണ്ടാണ് നടക്കേണ്ടത്. പിന്നെ തൗബ, ഇസ്തിഗ്ഫാർ, തസ്ബീഹ്, തഹ്ലീൽ, തഹ്മീദ് ഇതൊക്കെ കണ്ട് ഒഴിച്ച് നല്ലോണം കൊടുക്കുക മനസ്സിലേക്ക്. അങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ മനസ്സിൽ നല്ല നനവുണ്ടാവും, അലിവുണ്ടാവും, അയവുണ്ടാവും. മനസ്സിൽ നല്ല നല്ല ചിന്തകൾ വരും. മോശപ്പെട്ടതൊക്കെ ഇങ്ങനെ അടിയിലേക്ക് ഇങ്ങനെ പോയിട്ട് വെള്ളം നന്നായിട്ട് വരുമ്പോൾ കേടുള്ളിനൊക്കെ മുന്തി തള്ളി കൊണ്ടുപോകണ്ടില്ലേ, എന്റെ കട്ടലേക്കാണ് കൊണ്ടുപോകുന്നത്. അവിടെ കൊണ്ടുപോയിട്ട് തള്ളും. വലിയ വെള്ളം നന്നായിട്ട് ഇങ്ങനെ വരുമ്പോ അപ്പൊ നമ്മളെ മനസ്സിലേക്ക് കൂടുതൽ വെള്ളം നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ മനസ്സിന്റെ ഉള്ളിലുള്ള എല്ലാ കെട്ടതിനെയും ഒഴുക്കി 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 അത് കണ്ണീരായി, തൗബയായി, ഇസ്തിഗ്ഫാറായി, മിങ്ങലും നീറ്റലും ഒക്കെ ആയി നമ്മളിങ്ങനെ ചെയ്യുമ്പോ മനസ്സ് നനയുമ്പോ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് എല്ലാ ആൾക്കാരോടുള്ള ദേഷ്യം പോവും. അതുപോലെ തന്നെ പക മാറും, അസൂയ മാറും, വെറുപ്പ് മാറും, ചെയ്തു പോയ കാര്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ള പശ്ചാത്താപം മനസ്സിലുണ്ടാവും. ഇതൊക്കെ നമുക്ക് അപ്പൊ മനസ്സിനെ നനയ്ക്കാന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അതാണ് റമദാൻ എന്ന് പറയുന്നതിന്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം. നനച്ചു കൊടുക്കുക. പിന്നെ ഉണക്കുക എന്നുള്ളതാണ്. ഉണക്കാൻ നമ്മൾ എന്തിനാ ചെയ്യല്? ഒരു സാധനം പച്ചക്ക് ഇങ്ങനെ കിടന്നാല് ചീഞ്ഞളിഞ്ഞു കിടക്കുക. അതിനെല്ലാ ബാക്ടീരിയയും വൈറസും പുഴുക്കളും ജന്തുക്കളും ഒക്കെ ഒന്ന് അടിഞ്ഞുകൂടും. അവസാനം അത് ചീഞ്ഞളിയാൻ തുടങ്ങും, അത് ദുർഗന്ധം വമിക്കാൻ തുടങ്ങും. അപ്പൊ നല്ല ചൂടത്ത് കണ്ട് വെച്ചു കൊടുത്താൽ എന്താവും? നല്ല ഉണങ്ങിയിട്ട് സാധനം വളരെ കൂളായിട്ട് നമുക്ക് എടുത്തിട്ട് വെക്കാം. ഒരു കേടും നമുക്ക് കയറില്ല, ഒരു കേടും നമുക്ക്
കയറൂല. അപ്പൊ നമ്മുടെ ഹൃദയം ഇങ്ങനെ അളിഞ്ഞു പൊളിഞ്ഞ് ചീഞ്ഞ് കിടക്കുകയാണ് പല സന്ദർഭങ്ങളിലും. നമ്മളുടെ കഴിഞ്ഞുകൂടലുകളും നമ്മുടെ സ്വഭാവങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ ആയിട്ട് ധാരാളം ബാക്ടീരിയകളും വൈറസുകളും പുഴും ചരക്കും ഒക്കെ അതിൻ്റെ ഉള്ളിൽ കയറിക്കൂടിക്കും. അപ്പൊ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? നല്ലോണം ചൂടത്ത് കണ്ട് വെച്ചെടുത്താല് അതൊക്കെ അതിന് നടക്കും. നിങ്ങൾ ഈ പൊന്ന് നമ്മളൊക്കെ വെക്കാൻ വേണ്ടി ഇവിടുത്തെ കണ്ടില്ല നിങ്ങള് നല്ലോണം എന്താണ് ചൂടാക്കും. കാരണം എന്താ വെച്ചാൽ ഇവ സോപ്പിന്റെ ചളിയും നമ്മള് വിയർപ്പിന്റെ ചളിയും അതുപോലെ തന്നെ വേറെ ചളിയൊക്കെ പറ്റി കൂടിയിട്ട് ഗ്രാമിനുള്ള വില സർവത്തിന് ഹയറയ്യാറ ഗ്രാമല്ല, ഗ്രാമിന്റെ ഗ്രാമിനാണ് ഇപ്പൊ 62,000 റുപ്യ 65,000 റുപ്യക്കാണ് വില എന്ന് പറഞ്ഞാൽ. അപ്പൊ ഒരു ഇത്തിരി ഗ്രാമം എന്നൊക്കെ പറയണത്. അപ്പൊ അതിമൊരു ചളി പറ്റി പിടിച്ചാൽ തന്നെ നമുക്കും നഷ്ടമാണ്, ഓൽക്കും ലാഭമാണ്, അല്ലെങ്കിൽ ഓൽക്കും നഷ്ടമാണ്, നമുക്കും ലാഭമാണ്. അപ്പൊ ഓരെന്ത് ചെയ്യുന്ന ചൈമത്തെ ചളിയും പുഴുവും അതേപോലെ അഴുക്കും മെഴുകും ഒക്കെ പോകാൻ വേണ്ടിയിട്ട് നല്ലോണം ഗ്യാസാണ് ചൂടാക്കിയിട്ട് അതിനോട് വെച്ചുകൊടുക്കും. അപ്പൊ വെച്ചുകൊടുക്കുമ്പോ എന്ത് ചെയ്യും? അതിനുള്ള ചളിയൊക്കെ ഉരുകി കരിഞ്ഞ് ചൂടാണ്ടാവുമ്പോ അതിട്ട് പോകും. പിന്നെ ഈ സാധനം മാത്രം തനി തങ്കമായിട്ട് അതിന്റെ ക്വാളിറ്റിയിൽ ആ സാധനം നിൽക്കും. അതിലെ അഴുക്കും ചെളിയൊക്കെ കളയാൻ വേണ്ടിയിട്ട് ചെയ്യണ പണിയാണ്. നമ്മളൊക്കെ നാട്ടിലെ പണ്ട് അങ്ങനെ തന്നെ ചെയ്യാം. ഇറച്ചി, ഉണക്കമീന്, അതുപോലെ തന്നെ പഴയകാലത്ത് കപ്പ, പൂളൊക്കെ വെട്ടി ഉണക്കി സൂക്ഷിക്കും. കാരണം ഉണക്കി സൂക്ഷിച്ചു കഴിഞ്ഞാല് ഒരു കേടും അതിന് വെക്കില്ല. അപ്പൊ ഹൃദയത്തിനെ വളരെ മനോഹരമായിട്ട് ചൂട് വെച്ചുണക്കുക. ആ ചൂട് വെക്കാനുള്ള സാധനം ഖുർആൻ തന്നെയാണ്. ഖുർആനാണെങ്കിൽ ചൂട് വെക്കാനും പോകും. എല്ലാം കൊണ്ടും ചൂട് വെച്ചാൽ ചിലപ്പോൾ പൊള്ളി പൊളിച്ചിട്ട് പോകും. ഖുർആനാകുമ്പോ പിന്നെ അങ്ങനെ പൊള്ളിയുടെ പ്രശ്നം ഉണ്ടാവില്ല, മുറിവ് കൂടുന്ന പ്രശ്നം ഉണ്ടാവില്ല. ചിലതിനൊക്കെ നമ്മൾ പൊള്ളിക്കാനും ചൂടാക്കാനും തീരുമാനിച്ചെന്താവും? ആ സാധനം കൊണ്ട് പിന്നെ ഉള്ള പൊളിയും പൊളിഞ്ഞു മുറിഞ്ഞ് കേട് വരാൻ തുടങ്ങും. അപ്പൊ ഖുർആൻ ഉപയോഗിച്ച് നമ്മുടെ സൽക്കർമ്മങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ ഹൃദയത്തെ നല്ലോണം ചൂടാക്കി വെക്കുക എന്നാണ് റമളാൻ എന്ന് പറയുന്നതിന്റെ അർത്ഥം. അള്ളാഹ് വെറുതെ കൊടുത്ത പേരൊന്നുമല്ല തോന്നുന്നു. റമളാൻ എന്നുള്ള ആ പേര് പോലെ. അപ്പൊ ഹൃദയത്തിനെയും തലച്ചോറിനെയും ഒക്കെ നനച്ച് ഉണക്കി വെക്കുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. രണ്ടാമത്തെ കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. രണ്ടാമത്തെ സൗമ് എന്നാണ് നമ്മൾ നോമ്പിന് പറയുന്നത്. സൗമ് എന്നാണ് പറയുന്നത്. അതിന് കുറെ അർത്ഥങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അർത്ഥങ്ങളിലൊന്ന് അറബ് പദങ്ങളിൽ ഈ പദം ഉപയോഗിച്ചിട്ടുള്ള എന്താണെന്ന് വെച്ചാല് ഒട്ടകങ്ങളെ യുദ്ധത്തിനും അതുപോലെ തന്നെ പന്തയത്തിനും ഒക്കെ ശരിപ്പെടുത്തുന്നതിന് വേണ്ടി അതിന്റെ ശരീരത്തെ മെലിയിച്ച് ഉറപ്പുള്ളതാക്കി. മറ്റേ കുസ്തിക്കും ബോക്സിങ്ങിനും അതുപോലെ കരാട്ട കളരിക്കൊക്കെ പോകുമ്പോൾ ഈ മന്ദത്തടിയേക്കും മുഴുത്ത തടിയേക്കും നമുക്ക് എല്ലാം പറ്റില്ല. അപ്പൊ നമ്മളങ്ങനെയൊക്കെ ഉരുട്ട് പൊളഞ്ഞ ആകെ കൂടി മറ്റേ മത്തങ്ങ പോലത്തെ കുമ്പളങ്ങ പോലത്തെ ശരീരമൊക്കെ ആയിട്ട് ചെന്നാലും ഇവരെന്ത് ചെയ്യും? നന്നായിട്ട് നമ്മളങ്ങോട്ട് എക്സർസൈസ് ചെയ്യിച്ചിട്ട് നമ്മുടെ മസിലും മാംസവും അതുപോലെ തന്നെ അസ്ഥികളെയൊക്കെ ഉറപ്പ് വരുത്തി ശരീരത്തിന് ഭയങ്കര തടിച്ച ശരീരമല്ല ആരോഗ്യമുള്ളത് എന്ന് പറയും. പിന്നെന്താണ്? അത്യാവശ്യം നല്ല ഒരു ആരോഗ്യത്തോടു കൂടി ഉള്ളതൊക്കെ നല്ല ഗെറ്റപ്പിൽ നിൽക്കുന്ന ശരീരത്തിനെ കുറിച്ചാണ് പറയുക. അപ്പൊ ശരീരം മെലിയിക്കും. അപ്പോ തടിയുള്ള ഒരു കുതിരക്ക് ഓടിയിട്ട് അവർക്ക് എത്താൻ പറ്റൂല. അതിന്റെ പുറത്തു പോയാൽ ആർക്കും കയറാൻ പറ്റൂല. അതിന്റെ പിന്നാലെ ആരും കൂടി ആരും ഓടാൻ പറ്റൂല. കാരണം അമ്മ അതിൽ തടിയിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ആ കുതിരയെ എന്ത് ചെയ്യണം? നന്നായിട്ട് പരിശീലിപ്പിക്കുക. പന്തയത്തിനും പടയോട്ടത്തിനും വേണ്ടിയിട്ട്, യുദ്ധത്തിനും പന്തയത്തിനും വേണ്ടിയിട്ട് പരിശീലിപ്പിക്കുന്നതിനാണ് അറബിയില് സൗമ് എന്ന് പറയാം. നിങ്ങളൊന്ന് എടുത്ത് പരിശോധിച്ച് നോക്ക്. ഇപ്പൊ മതങ്ങളെ കുറിച്ചൊക്കെയുള്ള ഒരു ചിത്രമുണ്ട്. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. എന്റെ വിശദീകരണത്തിലേക്ക് നമ്മൾ പോകണില്ല. എന്താണ് ഇപ്പൊ മതങ്ങളെ കുറിച്ചൊക്കെ പറയുന്നത്? ഇപ്പൊ നമ്മളെ പത്രത്തിലും അതുപോലെ ഇതിലൊക്കെ വരുന്ന സമാധാനമുള്ള മതമാണ് വേണ്ടത്. എല്ലാവരും അങ്ങനെയാണ് പറയുന്നത്. എന്നിട്ട് അതിന് കുറച്ചും കൂടി മനോഹരമായിട്ട് പറയണത് സൂഫി മതം എന്നൊക്കെ പറയുന്നുണ്ട്. സൂഫി ഇസ്ലാമാണ് വേണ്ടത്. സൂഫി ഇസ്ലാം. അപ്പൊ സൂഫി ഇസ്ലാം പറയുമ്പോൾ നമുക്കൊക്കെ ഒരു കുളിരാണ്. കാരണം നല്ല അടക്കമുള്ള ഒതുക്കമുള്ള പടക്കലുകളൊന്നുമില്ലാത്ത കുഴപ്പമൊന്നുമില്ലാത്ത ഒരു ഇസ്ലാമാണ് ഈ സൂഫി ഇസ്ലാം എന്ന് പറയുന്നത്. പിന്നെ സുഹൃദിന്റെ ഇസ്ലാം, വിരക്തി, ഒന്നിലും ഒരു താല്പര്യമില്ല. ഓലെ ഇവിടുത്തെ കലാസാഹിത്യം, സമ്പത്ത്, വിദ്യാഭ്യാസം, ശാസ്ത്രം ഇതൊന്നും ഇടപെടില്ല. ഓലെപ്പോഴും പള്ളിയിലായിരിക്കും, ഓലെപ്പോഴും നോമ്പിലായിരിക്കും, ഓലെപ്പോഴും അങ്ങനെ ഖുർആൻ പാരായണത്തിലായിരിക്കും, ഓലെപ്പോഴും തൗബയിലായിരിക്കും. ഒക്കെ ഭയങ്കര വിരക്തിയാണ്. ഒരു ഫക്കീറന്മാരാണ്, പരമദരിദ്രന്മാരാണ്. ദുനിയാവിന്റെ ഒരു കാര്യത്തിലും അവർക്ക് താല്പര്യമില്ല. ആ ഇസ്ലാമിന് ഇന്ന് അമേരിക്ക മുതൽ നമ്മുടെ അമിത്ഷായുടെയൊക്കെ നിയന്ത്രണം അജിത് ഡോവൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉപരി സൂഫികളെ സമ്മേളനമൊക്കെ വിളിച്ചിരുന്നു ഡൽഹിയിൽ. ഇന്ത്യയിലെ പ്രിയപ്പെട്ട മുസ്ലിം പണ്ഡിതന്മാരൊക്കെ വിളിച്ചത് വളരെ അപകടകരകാരികളായ സൂഫി സമ്മേളനം എന്ന് പറഞ്ഞിട്ട് ഒരിക്കൽ ഇസ്ലാമിനെ എല്ലാവരും അവതരിപ്പിക്കാൻ ശ്രമിക്കണം. സൂഫി ഇസ്ലാമിനെയാണ്. എന്തുകൊണ്ടാണ് റസൂലിന്റെ ഇസ്ലാം എന്ന് പറയട്ടെ? മുഹമ്മദ് നബിയുടെ ഇസ്ലാം, ഈസാ നബിയുടെ ഇസ്ലാം, ഇബ്രാഹിം നബിയുടെ ഇസ്ലാം, ഖുർആൻ പരിചയം. അല്ലാതെ സൂഫി ഇസ്ലാമും സുഹൃദിന്റെ ഇസ്ലാമും ഫക്കീറിന്റെ ഇസ്ലാമും ഒന്നുമല്ലല്ലോ നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ഇസ്ലാമാണ്. മുഴുവൻ പ്രവാചകന്മാരെ പ്രബോധനം ചെയ്ത ഇസ്ലാമാണ്. ആ ഇസ്ലാമിന്റെ പ്രത്യേകത എന്താ? നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അർത്ഥം സമാധാനം എന്നാണ്. അസ്സലാം എന്ന് പറഞ്ഞാൽ അർത്ഥം അലൈക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവട്ടെ എന്നാണ് അർത്ഥം. അപ്പൊ ഈ സമാധാനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടുണ്ടാവുന്നില്ലല്ലോ. ഞാൻ നിങ്ങളോട് അസ്സലാം അലൈക്കും പറഞ്ഞാൽ അവിടെ സമാധാനം ഉണ്ടാവുമോ? നിങ്ങളെ കുട്ടി മയക്കുമരുന്നിന് അടിമയാണ്, നിങ്ങളെ കുട്ടി അന്യന്റെ ഒപ്പം ചാടിപ്പോയിട്ടുണ്ട്, നിങ്ങളെ കുട്ടിക്ക് ഇല്ലാത്ത ഒരു ഏർപ്പാടുമില്ല,
നിങ്ങളെ ഉമ്മ ഓടിപ്പോയിട്ടുണ്ട്, നിങ്ങളെ ഉപ്പ വേറെ പെണ്ണിട്ടിട്ടുണ്ട്, എന്നിട്ട് നമ്മളിവിടെ കിടന്നിട്ട് അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അവിടെ കൈക്കൂലി നടക്കുന്നുണ്ട്, ഇവിടെ കള്ളക്കച്ചവടം നടക്കുന്നുണ്ട്, ഇവിടെ പലിശ കച്ചവടം നടക്കുന്നുണ്ട്, ഇവിടെ വ്യഭിചാരം നടക്കുന്നുണ്ട്, ഇതൊക്കെ നടക്കുന്നുണ്ട്. ഇതൊക്കെ നിന്നിട്ട് ഞാൻ നമ്മൾ പറയണം എന്ത് അസ്സലാമു അലൈക്കും. നിങ്ങളെ കുട്ടി 4 കാലുമ്പോൾ നടന്ന് പെരയിലേക്ക് വരിക, നിങ്ങളെ പേടിപ്പിക്കുക. ഇന്നിപ്പോ ഒരു ചങ്ങായിന്റെ മയക്കുമരുന്നുണ്ട്, എന്താ മെത്തഡിനാണ്, അത് ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു സാധനം വായിച്ചു. അപ്പൊ പറയണ ഒരൊറ്റ പ്രാവശ്യങ്ങൾ ഉപയോഗിച്ചാൽ മതി, ഒരൊറ്റ പ്രാവശ്യങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ തീർന്നു നിങ്ങളെ കഥ. പിന്നെ നിങ്ങൾ കൈവന്നിട്ട് പോരാൻ പറ്റൂല. എന്നിട്ട് അവൻ എന്റെ അനുഭവം എഴുതിയിട്ടുണ്ട് ശരിക്കും. ഞാനൊരു പ്രാവശ്യം എന്റെ സുഹൃത്തുക്കളൊക്കെ കൂടി ചാരിയത് എന്നാണല്ലോ, ചന്ദനം ചാരിയ ചന്ദനം, ചാണകം ചാരിയ ചാണകം, എവിടെയാണ് ചാരുന്നത് എന്നുള്ളത് ശരിക്കും നോക്കണത് നല്ലതാണ്. അവന്റെ സുഹൃത്തുക്കൾ ഇപ്പൊ സ്കൂളിൽ നിന്നൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുകയാണോ, സ്കൂള്, ടൂറ്, അതുപോലെ തന്നെ എല്ലായിടത്തും സാധനങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവനെ പറയണം. എന്നിട്ട് എന്റെ സുഹൃത്തുക്കൾ എനിക്ക് കൊടുന്നു, ഞാനത് കുടിച്ചു. ഓ പറയണ്ട, എന്തൊരു അനുഭൂതി, എന്തൊരാനന്ദം. തൂവല് വാർന്ന പോലെ ഞാനിങ്ങനെ പൊന്താണ്. അനുഭൂതികളുടെയും ആനന്ദത്തിന്റെയും സന്തോഷത്തിന്റെയും നിർവൃത്തിന്റെയും ഒക്കെ മാസ്മരികമായ ഒരു സംഗതി. 10-24 മണിക്കൂർ കനല്ലാതെ ഇങ്ങനെ പാറണ പോലെ എനിക്കത് പറയാൻ കഴിയില്ല. അത്രമാത്രം സന്തോഷം എനിക്ക്. ഞാൻ 24 മണിക്കൂറിനെ കഴിഞ്ഞപ്പം എന്നെ ഹാങ് ഓവർ വിടാൻ തുടങ്ങി. ഹാങ് ഓവറോട് വിടാൻ തുടങ്ങിയപ്പം എനിക്ക് പിന്നെ ഒരാളെ ഒച്ച പോലും കേൾക്കാൻ പറ്റണില്ല. ഒരാളെ സൗണ്ട് കേട്ടാ പ്രശ്നം. എന്തെങ്കിലും ഒരു സംഗതി കാണുമ്പോൾ തന്നെ ദേഷ്യം പിടിക്കില്ല. എനിക്കെന്നെ എണീച്ച് ശരിക്കാണെന്ന് ഞാനങ്ങട്ട് ഛർദിച്ച് ആകെ കൂടി അവശനായി. എന്റെ ശരീരത്തിനെ താങ്ങാൻ എനിക്ക് പറ്റാത്ത വണ്ണം അവന്റെ സുഹൃത്തിനോട് ഞാൻ പറഞ്ഞു. അപ്പം പറഞ്ഞു ഒന്നും കൂടി റീചാർജ് ചെയ്താൽ മതിയാണ്. റീചാർജ് ചെയ്യാൻ പറഞ്ഞാൽ ഒരു ഇത്തിരി കൂടി ഞാൻ കഴിച്ചാൽ മതി, അപ്പൊ ഉഷാറാവുന്നു. അപ്പൊ 2ാമത്തെ ഡോസ് ഒരു ചെറിയ ഡോസാണ് കൊടുക്കണം. അതാണ് കൊടുത്തോടുകൂടി അവൻ പറയണത്. ഓ പിന്നെ 48 മണിക്കൂർ സുഖനിദ്രയിലാണ് ഞാനൊരു ലോകത്ത് കാണും. പക്ഷെ അതാണ് കഴിഞ്ഞപ്പോ നേരത്തെ പറഞ്ഞ പോലെ 48 മണിക്കൂർ കഴിഞ്ഞ് ഞാനുണ്ട് എണീച്ചപ്പം എനിക്ക് നിൽക്കാൻ പറ്റണില്ല. എന്നിട്ടും പറയണ്ടില്ല, SFI, KSU, സംഘപരിവാർ ഇതിലൊക്കെപ്പെട്ട കൂട്ടുകാരെ അടിക്കുന്ന പോലെ എനിക്കറിയാം. ഞാൻ അപ്പം തന്നെ എന്റെ ഡോക്ടറെ വിളിച്ചു. ഡോക്ടറെ, ഞാൻ കുടുങ്ങിയിട്ടുണ്ട്, ഞാൻ ഇങ്ങനെ ഒരു അബദ്ധത്തിൽപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ എന്തെങ്കിലും എനിക്കിപ്പോ നിൽക്കാൻ കഴിയണില്ല, ഈ സാധനം റീചാർജ് ചെയ്യാതെ വീണ്ടും ഇത് കൊടുക്കാൻ കഴിയാതെ എനിക്ക് നിൽക്കാൻ പറ്റണില്ല, അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പൊ ഡോക്ടറെ അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു മരുന്ന് എഴുതി കൊടുത്തു. അപ്പം പറയണേ, ഞാൻ സ്വയം തീരുമാനിച്ച് എന്റെ ഡോക്ടർ എനിക്ക് മരുന്ന് എഴുതിയിട്ടുണ്ടുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു ആ നിമിഷത്തിൽ. പക്ഷെ എന്റെ ഇതുങ്ങളുടെയും കുട്ടികളിൽ 99% കുടുങ്ങിപ്പോയവന് എങ്ങനെയാണ് കരക്ക് കയറേണ്ടതെന്നും ഏത് കയറ് പിടിച്ചിട്ടാണ് രക്ഷപ്പെടേണ്ടതെന്നും അറിവില്ലാത്തവരാണ് 90. ഇതിന്റെ അനുഭവം വെച്ചിട്ട് ഞാൻ പറയാന്ന് പറഞ്ഞിട്ട് ഇവൻ നമ്മുടെ മുമ്പിൽ വെക്കുന്നുണ്ട്. ഇവരൊക്കെ നമ്മുടെ സമാധാനം കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമാധാനം കെടുത്തുന്നവരാരാണ്? മയക്കുമരുന്ന് എവിടുന്ന് വരുന്നു, വേശ്യാവൃത്തി എവിടുന്ന് വരുന്നു, പലിശ എവിടുന്ന് വരുന്നു, കള്ളക്കച്ചവടം, കൈക്കൂലി, ഹവാലയൊക്കെ എവിടെ വരുന്നു? ആരാണ് ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത്? അപ്പോ സലാം എന്ന് പറയുന്നത്, സമാധാനം എന്ന് പറയുന്നത് അസ്സലാമു അലൈക്കും പറഞ്ഞുകൊണ്ടുണ്ടാണ് സാധനമൊന്നുമല്ല. അത് ഭരണകൂടം തരേണ്ടതാണ്, മതങ്ങൾ തരേണ്ടതാണ്, കുടുംബങ്ങൾ തരേണ്ടതാണ്, കലാ, സാഹിത്യം, വിദ്യാഭ്യാസം ഇതിലൂടെയൊക്കെ ഉണ്ടാകേണ്ടതാണ്. അപ്പൊ നമ്മളൊരു MLA, വൃത്തിയത്ര MLA നമ്മൾ പറയേണ്ടി വരും. മദ്രസാ പ്രസ്ഥാനങ്ങളെയാണ് മൂപ്പര് ചീത്ത പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് സംഘപരിവാരത്തിന്റെ ചാനലിൽ അത് വാർത്തയായിട്ട് വരികയാണ്. മദ്രസയില് നമ്മുടെ മദ്രസന്റെ പ്രശ്നം അത്. മദ്രസയിൽ ഞാനും നിങ്ങളും നല്ല പഠിപ്പിച്ചു വിടുന്ന കുട്ടീനെ സ്കൂളിലും അങ്ങാടിക്കും റോട്ടിലും കൊണ്ടുപോയിട്ട് എല്ലാ വഷളത്തരങ്ങളും മുഴുവൻ കൊടുത്തിട്ട് വഷളാക്കുന്ന അന്തരീക്ഷം ഉണ്ടാക്കിയിട്ട് അയാൾ മദ്രസനെ കുറ്റം പറയും. മദ്രസകളുടെ ആകെ ഈ മദ്രസയും പള്ളിയൊക്കെ ഉള്ളതുകൊണ്ടാണ് വല്ല നന്മയുണ്ടെങ്കിൽ നിലനിൽക്കണം. നിങ്ങൾക്ക് വന്നിട്ടുണ്ട് ഈ സ്കൂളും കോളേജുകളും ആണെന്ന്. ഈ ശാസ്ത്രവും കലയും സാഹിത്യമാണ് എന്ത് നിങ്ങൾ കുട്ടികളെ രക്ഷപ്പെടുത്തുന്നത്? എല്ലാ കേട് വരാനുള്ള വഴി ഉണ്ടാക്കി വെച്ചപ്പോ മദ്രസനെ കുറ്റം പറയും. എന്നിട്ട് അത് സംഘപരിവാറിനെ ഏൽപ്പിച്ചു കൊടുക്കുക. സംഘപരിവാറിന്റെ ചാനലിൽ ഇങ്ങോട്ട് കണ്ട പിടിക്കപ്പെടുന്നവരൊക്കെ മുസ്ലിങ്ങളാണ്. അതിന്റെ കഥ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇരകളാണ്, അവിടെയും നമ്മൾ വേട്ടയാടപ്പെടാം, മയക്കുമരുന്നിന്റെ പോട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത് വ്യവസ്ഥ ഇങ്ങനെയൊക്കെയാണ്. ഈ വ്യവസ്ഥയിൽ ഇതൊക്കെ നടത്തുന്നവർക്കെതിരെ നിങ്ങൾ എന്ത് ചെയ്യണം? പടയാളികളായി, പോരാളികളായി, നന്നായി പ്രാക്ടീസ് ചെയ്തിട്ട് സായിമകളായി എന്ന് പറഞ്ഞാൽ കുതിരകളായി പടക്കളത്തിലേക്ക് ഇറങ്ങണമെന്ന പോരാട്ടത്തിന്റെയും പ്രതിരോധത്തിന്റെയും പ്രത്യാക്രമണത്തിന്റെയും അല്ലാതെ ആരാധനകളും ആലസ്യങ്ങളും സുഹൃതും വിരക്തിയും സൂഫിയൊന്നുമല്ല നോമ്പ് എന്ന് പറയുന്നതിന്റെ അർത്ഥം. നോമ്പ് പോരാളികളെ സൃഷ്ടിക്കാനുള്ളതാണ്. അതിനാണ് ഇന്നിങ്ങളിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ ഒരു പോരാളിയാകാൻ പറ്റാത്ത നോമ്പ് അജിത് ഡോവലിന് പറ്റിയ നോമ്പാണ്, അമേരിക്കക്ക് പറ്റിയ നോമ്പാണ്, സംഘപരിവാരത്തിന് പറ്റിയ നോമ്പാണ്, നട്ടെല്ല് നഷ്ടപ്പെട്ട, ജീവൻ നഷ്ടപ്പെട്ട നോമ്പാണ് അതൊക്കെ. കുറച്ച് നോമ്പ് എന്ന് പറയുന്നത് ശരിക്കും സൗമാകണം, ശരിക്കും റമദാനാകണം. ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കും. അപ്പൊ റമദാന് നനക്കലാണ്,
റമദാൻ ഉണക്കലാണ്. സൗമ് എന്ന് പറഞ്ഞാൽ പോരാട്ടത്തിന് പോരാളിയായി നിങ്ങൾ സന്നദ്ധനാവനും പരിശീലിക്കപ്പെടലുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നീ നിങ്ങളെയൊക്കെ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോ യഥാർത്ഥത്തിൽ നാട്ടിലും സമൂഹത്തിലൊക്കെ നിലനിൽക്കുന്ന തിന്മകൾക്കെതിരെ എവിടെയാണോ നമ്മൾ ഇടപെടേണ്ടത് അതിലേക്ക് നീങ്ങാനും വഴിതെളിയിക്കാനും ഇറങ്ങി വരാനൊക്കെയുള്ള ധൈര്യം ഞങ്ങൾക്കുണ്ടാവലാണ് നോമ്പ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ബദറുണ്ടായത്, അതുകൊണ്ടാണ് മക്കബദറുണ്ടായത്. ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ വിജയങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന റമദാനിലാണ്. നമ്മൾ പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും. പക്ഷെ അത് അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ രണ്ടർത്ഥത്തിലും മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ, പോരാളികളാവാനും നനയ്ക്കാനും ഉണക്കാനും ഒക്കെ പറ്റുന്ന നോമ്പായി എന്റെയും നിങ്ങളുടെയും റമദാനിനെയും സൗമിനെയും ഉപയോഗിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു അർത്ഥത്തിൽ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ നേരത്തെ പറഞ്ഞ മയക്കുമരുന്നൊക്കെ ഉണ്ട്, പേടിയാണ്. അല്ലാഹു നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ കൗമാരത്തെ, നമ്മുടെ യുവാക്കളെ അതിന്റെ എല്ലാ വലകളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.